ഒമേഗ 3 ഫാറ്റി ആസിഡ് അഥവാ ഫിഷ് ഓയിൽ ഇത് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു സപ്ലിമെന്റ് ആണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾക്ക് തീരുമാനിക്കാം ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉപയോഗിക്കണോ ഉപയോഗിക്കേണ്ടേ എന്നുള്ളത്. എന്താണ് ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്? മനുഷ്യശരീരത്തിൽ സ്വയം നിർമ്മിക്കാൻ പറ്റാത്ത ഒരു ന്യൂട്രീഷൻ ആണ് ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യന് ഈ ഭക്ഷണം കഴിക്കൽ അത്യാവശ്യമാണ്. ഇത് കിട്ടുന്ന ഭക്ഷണം എന്ന് പറയുന്നത് സസ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മത്സ്യങ്ങളിൽ നിന്നാണ്. സസ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡ് ആണ് ALA അഥവാ ആൽഫ ലിനോലിക് ആസിഡ് എന്ന് പറയും. അതുപോലെ തന്നെ മത്സ്യത്തിൽ നിന്ന് കിട്ടുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡ് ആണ് EPA അതുപോലെ DHA എന്ന് പറയുന്നത്. എന്നാൽ സസ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ഈ ALA ഭക്ഷണം കഴിച്ചാൽ നമുക്ക് അത് EPA ആയിട്ട് കൺവേർട്ട് ചെയ്യും ഒരു 10%. അതുപോലെ തന്നെ EPAയിൽ നിന്നും ഒരു 1% 2% DHAയിലേക്ക് കൺവേർട്ട് ചെയ്യും. ഈ സസ്യങ്ങളിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് അഥവാ ALA ഉണ്ടാവാൻ കാരണം സൂര്യപ്രകാശം തട്ടുന്ന സമയത്ത് ഇവരുടെ ബോഡിയിൽ നടക്കുന്ന ഒരു ഫോട്ടോസിന്തസിസ് വഴിയിലൂടെയാണ് ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉണ്ടാകുന്നത്. സാധാരണ ഈ സീഡ്സിലും അതുപോലെ തന്നെ സോയാബീനിലൊക്കെയാണ് സാധാരണ ഈ ALA ഒമേഗ 3 ഫാറ്റി ആസിഡ് കാണുന്നത്. ഇനി ഫിഷിൽ കാണുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡ് അഥവാ DHA EPA എന്ന് പറയുന്നത് ഈ ഫിഷ് മനുഷ്യനെ പോലെ തന്നെയാണ്. ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ് സ്വയം ബോഡിയിൽ നിർമ്മിക്കാനുള്ള കഴിവില്ല. പിന്നെ എങ്ങനെയാണ് ഈ ഫിഷിലേക്ക് ഈ ഒമേഗ 3 എത്തുന്നത്? ഈ കടലിൽ ഉണ്ടാകുന്ന പായലുകൾ, ഈ പായലിലേക്ക് സൂര്യപ്രകാശം തട്ടുമ്പോൾ ഈ പായലുകൾ നിർമ്മിക്കുന്നതാണ് EPA DHA എന്ന് പറയുന്ന ഈ ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ. അങ്ങനെ കടലിലുണ്ടാകുന്ന ചെറിയ ചെറിയ മീനുകൾ ഈ പായലുകൾ ഭക്ഷിക്കുകയും ഈ ഭക്ഷിക്കുന്ന സമയത്ത് ഈ മീനുകളിലേക്ക് ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ് എത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ചെറിയ മീനിനെ ഭക്ഷിക്കുന്ന വലിയ മീനുകളിലേക്കും ഇത് പാസ് ചെയ്യുന്നു. ഈ മീനുകളെ ഭക്ഷിക്കുമ്പോൾ നമ്മളെ ബോഡിയിലേക്കും ഇത് പാസ് ചെയ്യുന്നു. അപ്പോൾ ഫിഷുകൾ ഏത് ഭക്ഷണമാണോ കഴിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവരുടെ ഒമേഗ 3 ഫാറ്റി ആസിഡുകളുടെ വാല്യൂ കണക്കാക്കുക. ഇനി എന്തുകൊണ്ടാണ് നിങ്ങൾ വാങ്ങുന്ന ക്യാപ്സൂൾ അത് ഒമേഗ 3 അല്ല അതൊരു ഒമേഗ 6 എന്ന് പറയാൻ കാരണം ഈ ഫിഷ് ഓയിൽ ഉണ്ടാക്കുന്ന 2 രീതിയിലാണ്. ഒന്ന് ഈ പറഞ്ഞ കടലിൽ നിന്നുള്ള ഫിഷുകൾ എടുത്ത് പ്രോസസ്സ് ചെയ്തിട്ട് ക്യാപ്സൂൾ ആക്കും. അതുപോലെ തന്നെ ലാഭത്തിന് വേണ്ടിയിട്ട് ഈ ഫാമിൽ വളർത്തിയ ഫിഷിൽ നിന്നും ക്യാപ്സൂൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ ഫാമിൽ നിന്ന് വളർത്തുന്ന ഫിഷുകളിൽ നിന്നും കൂടുതലും ഒമേഗ 6 ആണ്. കാരണം ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഈ കോൺ പോലുള്ള ഭക്ഷണങ്ങളാണ്. ഇവർ സ്വയം തീറ്റ തേടി നടക്കുന്നവരല്ല. സാധാരണ നമ്മൾ എന്ത് ഭക്ഷണമാണോ കൊടുക്കുന്നത് ആ ഭക്ഷണം കഴിക്കുന്ന ഫിഷുകളാണ് ഈ ഫാമിലുള്ള ഫിഷുകൾ എന്ന് പറയുന്നത്. എന്നാൽ കടലിലുള്ള ഫിഷുകൾ സ്വയം ഭക്ഷണം തേടിയിട്ട് ഈ പായലുകളൊക്കെ ഭക്ഷിക്കുന്ന ഫിഷുകളാണ്. അതുകൊണ്ട് തന്നെ ഈ കടലിലെ ഫിഷുകൾക്ക് കൂടുതലും ഈ DHA EPA ഉള്ള ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ അവരുടെ ബോഡിയിൽ ഉണ്ടാകും. എന്നാൽ ഈ ഫാമിൽ വളർത്തുന്ന ഫിഷുകളിൽ കൂടുതലും നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിൽ ഒമേഗ 6 അടങ്ങിയ ഭക്ഷണം ആയതുകൊണ്ട് തന്നെ ഈ ഫാമിലെ ഫിഷുകൾ കൂടുതലും ഒമേഗ 6 ഭക്ഷണം കഴിക്കുന്നവരാണ്. അതുകൊണ്ട് ഇവരെ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഇവരെ ബോഡിയിൽ ഈ പറയുന്ന ഒമേഗ 3 കുറവും അതുപോലെ തന്നെ ഒമേഗ 6 കൂടുതലായിരിക്കും. എന്നാൽ കടലിലുള്ള ഫിഷുകളിൽ നിന്നും നമുക്ക് കൂടുതലും ഒമേഗ 3 കിട്ടും. പക്ഷെ ഇതൊരു എക്സ്പെൻസീവ് ആണ്. ഈ കടലിലെ പ്രോസസ്സ് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് തന്നെ 100 ടാബ്ലറ്റിന് ഏതാണ്ട് നാട്ടിലെ 4000-5000 രൂപ വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സ്പെൻസീവ് കുറഞ്ഞ ടാബ്ലറ്റ് നിങ്ങൾ വാങ്ങുന്നത് അഥവാ ഈ ഫാമിൽ വളർത്തിയ ഫിഷിൽ നിന്നാണ്. അതുകൊണ്ട് 100 ടാബ്ലറ്റിന് നിങ്ങൾക്ക് 1000-1500 വരികയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, എക്സ്പെൻസീവ് കുറഞ്ഞത് കൊണ്ട് മാത്രമായില്ല, ഇത് റിയലായിട്ട് എവിടെ നിന്ന് പ്രോസസ്സ് ചെയ്തു, ഏത് ഫിഷിൽ നിന്ന് പ്രോസസ്സ് ചെയ്തു എന്ന് അറിഞ്ഞിരിക്കലും മസ്റ്റാണ്. അപ്പം നിങ്ങൾ അനാവശ്യമായിട്ട് ഈ ഒമേഗ 3 ഒക്കെ വാങ്ങിക്കൂട്ടുന്ന സമയത്ത് നിങ്ങൾ ഒമേഗ 3 അല്ല ഈ ഫാമിൽ വളർത്തിയ ഫിഷിൽ നിന്ന് കിട്ടുന്നത് ഒമേഗ 6 ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇങ്ങനെ ലോക്കൽ സപ്ലിമെന്റ് കഴിച്ച് നിങ്ങളുടെ ബോഡിയിൽ ഒമേഗ 6 കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഫ്ലമേഷൻ കൂടാൻ സാധ്യത കൂടുതലാണ്. പല പ്രശ്നങ്ങളും ഭാവിയിൽ വരാം. ഇനി ഏത് സപ്ലിമെന്റ് ആണ് നല്ലത് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് നിങ്ങൾ ചോദിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ പറയുന്നു, ഞാൻ ഒരു സപ്ലിമെന്റ് ഉപയോഗിക്കാറില്ല. ഞാൻ ഒരു സപ്ലിമെന്റ് കമ്പനിയും പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കുന്നത് ഒമേഗ 3 അഥവാ ഒമേഗ ഫിഷ് ഓയിൽ എന്ന് പറയുന്നത് സാധാരണ ഫിഷിൽ നിന്ന് നമുക്കൊരു ഒമേഗ 3 മാത്രമല്ല, നമുക്ക് വൈറ്റമിൻ ഡി, കാൽസ്യം, എല്ലാ പോഷകാഹാരങ്ങളും അതുപോലെ തന്നെ പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒമേഗ 3 ഫാറ്റി ആസിഡൊക്കെ സപ്ലിമെന്റ് ഒക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ മാക്സിമം ഫിഷ് പോലുള്ള സാധനങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക.